നമസ്തേ. നാരായണീയം നവമസ്കന്ധം ദശകം 33 അംബരീഷചരിതം. ശ്ലോകം 1. വൈവസ്വദാക്യമനുപുത്രനഭാഗജാത നാഭാഗനാമകനരേന്ദ്രസുതോംപരീക്ഷ സപ്താർണവാവൃതമഹീദീദോപിരേമേ തുൽസംഗിഷു ത്വയിജമഗ്നമനാ സദൈവ. അംബരീഷ ചരിതം വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം എന്താണ് എന്നുള്ളത് ഈ അംബരീഷ ചരിതത്തിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈവസ്വത മനുവിൻ്റെ പുത്രനായ നഭാഗൻ്റെ പുത്രനാണ് നാഭാഗൻ. ഇപ്പോഴത്തെ മനുവിൻ്റെ പുത്രനാണ്. രാജാവായ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അംബരീഷ ചക്രവർത്തി. സപ്തസാഗരങ്ങളും സപ്തദ്വീപുകളും തുടങ്ങിയ ഭൂമിയുടെ രാജാവായിരുന്നു അംബരീഷ ചക്രവർത്തി. അദ്ദേഹം സദാ ഭഗവത് ഭക്തന്മാരിലും ഭഗവാനിലും മുഴുകിയ മനസ്സോടുകൂടി സുഖമായി ജീവിച്ചു. മത്സ്യാവതാര കഥയിൽ പരാമർശിച്ച സത്യവ്രത രാജർഷിയാണ് അടുത്ത ജന്മം സൂര്യൻ്റെ പുത്രനായി വൈവസ്വത മനു എന്ന പേരിൽ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രപൗത്രനാണ് പുത്രൻ്റെ പുത്രൻ അംബരീഷൻ. അംബരീഷൻ്റെ പാരമ്പര്യ ഗുണം സൂചിപ്പിക്കുവാനാണ് ഈ കാര്യം ആദ്യ ശ്ലോകത്തിൽ തന്നെ മേൽപ്പത്തൂർ സൂചിപ്പിച്ചത്. വായിച്ചു. ശ്ലോകം 2. ത്വത്പ്രീതയേ സകലമേവ വിദന്യതോസ്യ ഭക്തേവ നേദേവ നജിരാദവൃതാ പ്രസാദം യേനാസ്യ യാചനമൃദേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാരസഹസ്രധാരം. എല്ലാം മഹാവിഷ്ണുവിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന അംബരീഷൻ്റെ നിഷ്ഠയിൽ പൂർണ്ണ തൃപ്തനായ ഭഗവാൻ അംബരീഷൻ ആവശ്യപ്പെടാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ സർവ്വവിധത്തിലുള്ള സംരക്ഷണത്തിനായി 1000 മുനകളോടുകൂടിയ സുദർശന ചക്രത്തെ അദ്ദേഹത്തിന് ദാനം ചെയ്തു. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇത് മഹാവിഷ്ണുവിനാണ് ഞാൻ ചെയ്യുന്നത്, മഹാവിഷ്ണുവിനാണ് സമർപ്പിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ഓരോ കർമ്മവും അതാണ് പ്രത്യേകിച്ച് ഓരോ കർമ്മവും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഇത് കണ്ട് അംബരീഷൻ ഒന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആ രീതി കണ്ട് ഭഗവാന് സന്തോഷമായി. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1000 മുനകളോട് കൂടിയ സുദർശന ചക്രത്തെ അദ്ദേഹത്തിന് ഭഗവാൻ ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. ശ്ലോകം 3. സദ്വാദശീ വ്രതമധോഭവദർശനാർത്ഥം വർഷം ദദോ മധുവനേ യമനോപഖണ്ഡേ പ്രജ്ഞാ സമം സുമനസാ മഹതിം വിദന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം. ഒരിക്കൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിക്കുക എന്ന ഉദ്ദേശത്തോടെ യമുനാ നദിയുടെ സമീപത്തുള്ള മധുവനത്തിൽ അംബരീഷൻ തയ്യാറെടുപ്പ് നടത്തി. നല്ല മനസ്സുള്ള തൻ്റെ പത്നിയോടുകൂടി എല്ലാ ഉപചാരങ്ങളോടു കൂടിയ പൂജയാണ് അദ്ദേഹം നടത്തിയത്. പൂജയിൽ പങ്കെടുത്ത ബ്രാഹ്മണർക്ക് 60 കോടി പശുക്കളെ അംബരീഷ ചക്രവർത്തി ദാനം ചെയ്തു. 60 കോടി അസംഖ്യം പശുക്കൾ എന്ന രീതിയിൽ കണ്ടാൽ മതി. ഒരു വർഷം മുഴുവനും ദ്വാദശി വ്രതമാണ് അംബരീഷൻ അനുഷ്ഠിച്ചത്. അത് ഏകാദശി വ്രതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദ്വാദശി വ്രതം എന്ന് പറയുന്നത്. അത് അദ്ദേഹം ഒരു വർഷം മുഴുവനും അത്രയും ആ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അത് ഭംഗിയായി അനുഷ്ഠിച്ചു എന്നാണ്. ഇനി അതിനെ ദ്വാദശി ക്രമം എങ്ങനെ എന്ന് പറയുന്നു. എല്ലാ മാസത്തിലെയും വെളുത്ത പക്ഷത്തിൽ ഏകാദശി ദിവസം ഉപവസിച്ച് ദ്വാദശി നാൾ പാരണ കഴിക്കുക എന്നതാണ് രീതി. പാരണ ഭക്ഷണം കഴിക്കുക എന്നാണ്. ഇതിനെ ഹരിവാസര വ്രതം എന്നും പറയും. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും അതായത് 6 മണിക്കൂറും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും അതും 6 മണിക്കൂറാണ് കൂടിച്ചേർന്ന 12 മണിക്കൂർ 30 നാഴിക സമയത്തെയാണ് ഹരിവാസരം എന്ന് പറയുന്നത്. ഈ സമയത്ത് വ്രതം നിൽക്കുന്നവർ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യരുത്. ഈ വ്രതം ആരംഭിക്കേണ്ടത് മാർഗശീർഷ മാസത്തിലാണ്, അതായത് നമ്മുടെ ധനുമാസത്തിലാണ്. അവസാനിപ്പിക്കേണ്ടത് കാർത്തിക മാസത്തിലുമാണ്.
ഓരോ മാസവും മഹാവിഷ്ണുവിൻ്റെ ഓരോ നാമമാണ് പ്രധാനമായും ജപിക്കേണ്ടത്. അതിൽ ഓരോ മാസത്തിലും ജപിക്കേണ്ട നാമങ്ങളെപ്പറ്റി വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏകാദശി അനുഷ്ഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. വായിച്ചു. ശ്ലോകം 4. തത്രാദപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രഭേദേ ഭോക്തും ഹൃദസ്യ സപവേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിദാസ്യൻ. 12ാമത്തെയും അവസാനത്തെയുമായ ദ്വാദശി വ്രതത്തിൻ്റെ സമാപനത്തിൽ അംബരീഷൻ വിഷ്ണുപൂജ നടത്തി. ആ പൂജ കഴിഞ്ഞതിന് ശേഷം ദുർവാസാവ് മഹർഷി മധുവനത്തിലെ അംബരീഷൻ്റെ ഗൃഹത്തിൽ ചെന്നു. അപ്രതീക്ഷിതമാണ് ദുർവാസസിൻ്റെ ആ വരവ് എന്നർത്ഥം. വിശിഷ്ടാതിഥിയുടെ ആഗമനം അംബരീഷൻ വളരെയധികം സന്തോഷമുണ്ടാക്കി. അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ച് ആസനസ്ഥനാക്കി. വ്രതത്തിൻ്റെ അവസാന ക്രിയാംഗമായ പാരണയ്ക്ക് ശേഷം നടത്തുന്ന ഭക്ഷണത്തിനായി അംബരീഷൻ മഹർഷിയെ ക്ഷണിച്ചു. അതായത് വ്രതം കഴിഞ്ഞു എന്ന് ആ ഘട്ടത്തിലാണ് പാരണ കഴിക്കുക എന്ന് പറയും. അതായത് അതുവരെ ആഹാരമൊന്നും കഴിക്കുന്നില്ല, നിരാഹാരമാണല്ലോ ഏകാദശിയിൽ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട്, ജലമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതിനാണ് ഈ പാരണ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് അത് കഴിക്കാനായിട്ട് ദുർവാസസ് മഹർഷിയെ ക്ഷണിച്ചു അംബരീഷൻ. അദ്ദേഹം സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ച് മധ്യാഹ്ന സന്ധ്യാവന്ദനം നടത്തുവാനെന്ന ഭാവത്തിൽ യമുനാ നദിയിലേക്ക് മെല്ലെ നടന്നുപോയി. ഉച്ചയ്ക്കാണല്ലോ ക്ഷണിച്ചത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള സന്ധ്യ വന്ദിക്കാനായിട്ട് അദ്ദേഹം യമുനാ നദിയിലേക്ക് പോയി. മറ്റുള്ളവരെ വിഷമസന്ധിയിലാക്കുക എന്ന സ്വഭാവം ദുർവാസാവിന് ജന്മസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുകയും അതിൽ എന്തെങ്കിലും തെറ്റുകൾ, അത് നിസ്സാരമായാലും ശരി സാരമായാലും ശരി, ഉടനെ ശപിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമുള്ള ആളായിരുന്നു ദുർവാസസ്. ശുദ്ധഹൃദയനും വിഷ്ണുഭക്തനുമായ അംബരീഷന് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ദുർവാസസിൻ്റെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല അംബരീഷൻ. അത് ശുദ്ധഹൃദയനാണ്. അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചു. ശ്ലോകം 5. രാജ്ഞാതപാരണമുഹൂർത്തസമാപ്തിഗേദ ദ്വാരൈവ പാരണമകാരിഭവത്പരേണ പ്രാപ്തോ മുനിസ്തദ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃതാദ്രജഡോ വിദനാനകൃത്യാം. മധ്യാഹ്ന സന്ധ്യാവന്ദനത്തിന് പോയ ദുർവാസാവ് മഹർഷിയെ മടങ്ങി വരുന്നത് കാണാത്തതിനാൽ പാരണ നടത്തേണ്ട മുഹൂർത്തം കഴിയുമല്ലോ എന്ന് വിചാരിച്ച് അംബരീഷൻ വിഷമിച്ചു. അതായത് ഈ ഏകാദശിയുടെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇത്ര നാഴികക്കുള്ളിൽ പാരണ കഴിക്കണമെന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ അത് പാരണ എന്ന് പറയില്ല. അപ്പോൾ അത് ഒരു അബദ്ധം ചെയ്ത പോലെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ മുഹൂർത്തത്തിൽ തന്നെ അത് ചെയ്യണം എന്നർത്ഥം. അംബരീഷൻ ചിന്തിക്കാൻ തുടങ്ങി. കുളിക്കാൻ പോയ ദുർവാസസ് വരുന്ന കാണുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വിഷമമുണ്ടായി. ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ജലം കൊണ്ട് മാത്രം അദ്ദേഹം പാരണ എന്ന ചടങ്ങ് നടത്തി. അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അതിഥിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. പക്ഷേ ഇവിടെ ആ വ്രതത്തിൻ്റെ നിയമം പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് വെച്ചാൽ വെള്ളം മാത്രം ഒരു തുള്ളി വെള്ളം കഴിച്ചു എന്നാണ് പറയുന്നത്. തത്സമയം അവിടെ എത്തിച്ചേർന്ന മഹർഷി തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് പാരണ നടത്തിയ കാര്യം അറിഞ്ഞ് ക്ഷുഭിതനായി. ദിവ്യദൃഷ്ടിയുള്ള ആളാണ് ദുർവാസസ്. അദ്ദേഹത്തിന് ജലം കഴിച്ചുവല്ലോ എന്നത് മനസ്സിലാക്കി അംബരീഷൻ. അപ്പോൾ അത് ഭക്ഷണം കഴിക്കൽ തുല്യമാണ് ജലം കഴിക്കുക എന്ന് പറയുന്നത്. രാജാവിനെ ശകാരിക്കുകയും തൻ്റെ ജട പറിച്ചെടുത്ത് ഒരു കൃത്യയെ അഗ്നിസ്വരൂപിണിയും സംഹാരപ്രിയയുമായ ഒരു പിശാചിക, അതിനാണ് കൃത്യ എന്ന് പറയുന്നത്, സൃഷ്ടിച്ച് അംബരീഷൻ്റെ നേരെ വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു സൽക്കർമ്മം ചെയ്തിട്ട് ആ സൽക്കർമ്മത്തിൻ്റെ ഫലം വിപരീതമാക്കി തീർക്കുന്ന ദുഷ്ടശക്തികൾ ലോകത്തിലുണ്ട്. ദുർവാസസും ആ ഗണത്തിലാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഒരാളുടെ നല്ലൊരു ജീവിതത്തെ അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തെ വിഷമത്തിലേക്കാക്കി തീർക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് എപ്പോഴും അധമ സ്വഭാവമുള്ള വ്യക്തികൾ.
അവരെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അവരെപ്പോഴാണ് അവരിടപെട്ട് നമ്മുടെ ആ രീതിയെ മാറ്റിയെടുക്കുക, അതിലൂടെ നമുക്ക് ദോഷം സംഭവിക്കുക എന്നുള്ളത്. ഇവിടെ അംബരീഷൻ വളരെ ശുദ്ധനായ വ്യക്തിയാണ്. ദുർവാസസിൻ്റെ കാപട്യമൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അർജുൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹം ക്ഷണിക്കില്ല. കാരണം ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊടുത്തില്ലെങ്കിൽ ദേഷ്യം വന്ന് അദ്ദേഹം ശപിക്കും. അതാണല്ലോ. അപ്പോൾ അതൊന്നും ആലോചിച്ചില്ല. ഒരു അതിഥി വന്നു, മഹാനായൊരു അതിഥിയാണ് ദുർവാസസ്. അതും ക്ഷണിക്കാതെ വരുന്നതുകൊണ്ട് അതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. പക്ഷേ അദ്ദേഹം ആ ശാപമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അതാണ് എപ്പോഴും ഈ ദുഷ്ടന്മാരുടെ സംസർഗം എത്ര നല്ല വ്യക്തികളായാലും പലപ്പോഴും അവർക്ക് ദോഷത്തെ ഉണ്ടാക്കുന്നതാണ്. അതാണ് ദുർജന സംസർഗം ഉപേക്ഷിക്കണമെന്ന് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വ്യക്തമായി സൂചിപ്പിക്കുന്നതിനർത്ഥം. അത് ജനങ്ങളും മനസ്സിലാക്കണം. അതാണ് മേൽപ്പത്തൂർ ഇതിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗം ചേർത്തത്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത